നമസ്തേ, ഞാൻ പ്രജിമോൻ ഡേവിഡ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ 10ാം സ്റ്റാൻഡേർഡിലെ ടൂട്ടാ പഹിയ എന്ന കവിതയുടെ 3 വർക്ക്ഷീറ്റുകളും അവയുടെ ഉത്തരങ്ങളുമാണ് പരിചയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ആ പഠിത് കവിതാംശ്, നമ്മുടെ പാഠപുസ്തകത്തിൽ ഇല്ലാത്തതായ കവിതാഭാഗങ്ങളുടെ ആശയവും അവയുമായി ബന്ധപ്പെട്ട് വരുന്നതായ ചോദ്യങ്ങളും നമ്മൾ പരിചയപ്പെടുന്നു. മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്ന രീതിയിലുള്ളതാണ്. ഇനിയും ഇത് വീണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതിനാൽ നമ്മൾ വീണ്ടും ഒരു 4 അപഠിത് കവിതാംശ് കൂടി ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നു. ടൂട്ടാ പഹിയ എന്ന കവിതയുടെ ആദ്യ വർക്ക്ഷീറ്റിൽ ആകെ 9 ചോദ്യങ്ങളാണുള്ളത്. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ടൂട്ടാ പഹിയ എന്ന കവിതയുടെ സാരാംശം ഒന്ന് പരിചയപ്പെടാം. ഹിന്ദി കെ മഹാൻ കവി ധർമ്മവീർ ഭാരതി की കവിത. ഹിന്ദിയിലെ മഹാനായ കവി ധർമ്മവീർ ഭാരതിയുടെ കവിതയാണ്. ടൂട്ടെ പഹിയെ കോ അനുപയോഗി സമജ്കർ മത് ഫേങ്ക്ന. പൊട്ടിയ ചക്രത്തെ ഉപയോഗമില്ലാത്തത് എന്ന് കരുതി വലിച്ചെറിയരുത്. अपने मार्ग को असत्य जानते हुए भी बड़े बड़े महारथियों ने अभिमन्यु पर आक्रमण किया. തൻ്റെ മാർഗം സത്യമല്ല എന്ന് കരുതിയിട്ട് കൂടി വലിയ വലിയ മഹാരഥികളായ ആളുകൾ അഭിമന്യുവിനെ ആക്രമിച്ചു. इस समय अभिमन्यु टूटे पहियों को हथियार बनाकर उनके ब्रह्मास्त्रों से लोहा लेता है. ഈ സമയം അഭിമന്യു പൊട്ടിയ ചക്രത്തെ ആയുധമാക്കി അവരുടെ ഈ മഹാരഥികളായ ആളുകളിൽ നിന്ന് വരുന്നതായ ബ്രഹ്മാസ്ത്രങ്ങളെ നേരിടുന്നു. इस प्रकार आज के उपेक्षित और शोषित मानव की रक्षा के लिए टूटे पहिए रूपी മാനവ മൂല്യ की സഹായത लेनी पड़ेगी. ഇത്തരത്തിൽ ഇന്നത്തെ ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടുന്ന മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി പൊട്ടിയ ചക്രത്തിന്റെ രൂപത്തിലുള്ളതായ മാനുഷിക മൂല്യങ്ങൾ സഹായത്തിന് വന്നേക്കാം. ചോദ്യം 1. टूटा पहिया कैसी रचना है अथवा टूटा पहिया किस विधा की रचना है. टूटा पहिया ഏത് തരത്തിലുള്ള രചനയാണ്? ഉത്തരം കവിത. ചോദ്യം 2. ടൂട്ടാ പഹിയ കിസ്കി രചന ഹെ. ടൂട്ടാ പഹിയ ആരുടെ രചനയാണ്? ഉത്തരം ധർമ്മവീർ ഭാരതി की. ചോദ്യം 3. അഭിമന്യു കിസ്കാ പുത്ര ഹെ. അഭിമന്യു ആരുടെ പുത്രനാണ്? ഉത്തരം അഭിമന്യു अर्जुन का पुत्र है. പാണ്ഡവ പക്ഷക്കെ അർജുൻ കാ പുത്ര ഹെ. പാണ്ഡവ പക്ഷത്തിലെ അർജുനന്റെ മകനാണ് അഭിമന്യു. ചോദ്യം 4. കോൺ അഭിമന്യു കോ ബ്രഹ്മാസ്ത്രോं से कुचल देना चाहता है. ആരാണ് അഭിമന്യുവിനെ ബ്രഹ്മാസ്ത്രങ്ങൾ കൊണ്ട് ചവിട്ടി മെതിക്കാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നത്? ഉത്തരം कौरव पक्ष के बड़े बड़े महारथी अभिमन्यु को ब्रह्मास्त्रों से कुचल देना चाहते हैं. കൗരവപക്ഷത്തിലെ ആയുധ പ്രയോഗത്തിൽ വളരെയധികം കഴിവുള്ളതായ ആളുകളാണ് അഭിമന്യുവിനെ ബ്രഹ്മാസ്ത്രങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നത്. ചോദ്യം 5. യഹാ മഹാരഥി കിസ്കാ പ്രതീക് ഹെ. ഇവിടെ മഹാരഥികളായ ആളുകൾ അല്ലെങ്കിൽ യുദ്ധത്തിൽ പ്രാവീണ്യമുള്ള ആളുകൾ എന്തിന്റെ പ്രതീകമാണ്? ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ശോഷക് വർഗ കാ ശോഷിത് വർഗ കാ. ഉത്തരം യഹാ മഹാരഥി ശോഷക് വർഗ കാ പ്രതീക് ഹെ. ചൂഷണം ചെയ്യുന്ന വിഭാഗത്തിന്റെ അടയാളമാണ്. ചോദ്യം 6. കിസ്നെ അക്ഷൗഹിണി സേനാവങ്കി ചുനൗതി ദി. ആരാണ് അക്ഷൗഹിണി സേനയെ വെല്ലുവിളിച്ചത്? ഉത്തരം അഭിമന്യുവിനെ അക്ഷൗഹിണി സേന കി ചുനൗതി ദി. അഭിമന്യുവാണ് അക്ഷൗഹിണി സേനകളെ വെല്ലുവിളിച്ചത്. ചോദ്യം 7. ചക്രവ്യൂഹ की विशेषता क्या है. ചക്രവ്യൂഹത്തിന്റെ പ്രത്യേകത എന്താണ്? उत्तरम महाभारत युद्ध में कौरवों के लिए द्रोणाचार्य से बनाया हुआ सैन्य विन्यास है चक्रव्यूह. മഹാഭാരത യുദ്ധത്തിൽ കൗരവർക്ക് വേണ്ടി ദ്രോണാചാര്യരാൽ ഉണ്ടാക്കപ്പെട്ട സൈന്യ വിന്യാസമാണ് ചക്രവ്യൂഹം. യഹ് ചക്ര കെ ജൈസെ വിന്യസ്ത സൈനികോं का व्यूह है. ഇത് ചക്രത്തിന്റെ രൂപത്തിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്നതായ സൈനികരുടെ സമൂഹമാണ്.
इस व्यूह के अंदर पड़ने वाले आसानी से बाहर नहीं आ सकते हैं. ഈ സമൂഹത്തിൽ ഈ വ്യൂഹത്തിൽ അതിനകത്ത് പെടുന്നതായ ആളുകൾക്ക് എളുപ്പത്തിൽ പുറത്തു കടക്കാൻ കഴിയില്ല. लेकिन चक्रव्यूह भेदने की विद्या पांडव पक्ष के अर्जुन को मालूम है. എന്നാൽ ചക്രവ്യൂഹം ഭേദിക്കുന്നതിനുള്ളതായ വിദ്യ പാണ്ഡവ പക്ഷത്തിലെ അർജുനന് അറിയാം. अर्जुन का पुत्र अभिमन्यु इस चक्रव्यूह में फंसकर मर जाता है. അർജുനന്റെ മകനായ അഭിമന്യു ഈ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട് മരിച്ചു പോകുന്നു. ചോദ്യം 8 इनमें कौन सामान्य जनता का प्रतिनिधित्व करता है? ഇവരിൽ ആരാണ് സാധാരണ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നത്? ഓപ്ഷൻസ് ടൂട്ടാപഹ്യ, മഹാരഥി, അഭിമന്യു. ഉത്തരം അഭിമന്യു. 9ാമത്തെ ചോദ്യം मैं रथ का टूटा हुआ पहिया हूं लेकिन मुझे फेंको मत, क्या जाने कब इस दुरूह चक्रव्यूह में अक्षौहिणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर घिर जाए. इन पंक्तियों का आशय लिखें. കവിതയുടെ ആദ്യ ഭാഗമായ ഈ ഭാഗത്തിന്റെ ആശയം എഴുതുക എന്നാണ് ചോദ്യം. ഉത്തരം ये भाग हिंदी के महान कवि धर्मवीर भारती की टूटा पहिया नामक कविता से लिया गया है. ഈ ഭാഗം ഹിന്ദിയിലെ മഹാനായ കവി ധർമ്മവീർ ഭാരതിയുടെ ടൂട്ടാ പഹിയ എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. यहाँ कवि टूटा पहिया कहने के जैसे कहते हैं. ഇവിടെ കവി പൊട്ടിയ ചക്രം പറയുന്ന രീതിയിൽ പറയുന്നു. मैं रथ का टूटा हुआ पहिया हूं, ഞാൻ രഥത്തിന്റെ പൊട്ടിയ ചക്രമാണ്. लेकिन मुझे अनुपयोगी समझकर मत फेंगे, എന്നാൽ എന്നെ ഉപയോഗമില്ലാത്തത് എന്ന് കരുതി വലിച്ചെറിയരുത്. महाभारत युद्ध के दुरूह चक्रव्यूह में अक्षौहिणी सेनाओं को चुनौती देकर वीर अभिमन्यु आने के जैसे कोई वीर आए. മഹാഭാരത യുദ്ധത്തിൽ ദുരൂഹമായ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതായ ചക്രവ്യൂഹത്തിൽ നിന്ന് അക്ഷൗഹിണി സൈന്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അഭിമന്യു ആനയ്ക്ക് ജേസെ, അഭിമന്യു വന്നതുപോലെ ഏതെങ്കിലും വീരന്മാർ വന്നേക്കാം. രണ്ടാമത്തെ വർക്ക്ഷീറ്റിൽ ആകെ 8 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം കോൺ ചക്രവ്യൂഹമേ ഘുസ് ഗയ, ആരാണ് ചക്രവ്യൂഹത്തിൽ കടന്നത്? ഉത്തരം അഭിമന്യു ചക്രവ്യൂഹമേ ഘുസ് ഗയ, അഭിമന്യു ആണ് ചക്രവ്യൂഹത്തിൽ കടന്നത്. ചോദ്യം 2 നിഹത്തി ആവാസ് കിസ്കി ഹെ, ആയുധമില്ലാത്തവന്റെ ശബ്ദം ആരുടെയാണ്? ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്ന ആയുധമില്ലാത്തവന്റെ ശബ്ദം ആരുടെയാണ്? ഉത്തരം നിഹത്തി ആവാസ് അഭിമന്യു കി ഹെ, ആയുധമില്ലാത്തവന്റെ ശബ്ദം അഭിമന്യുവിന്റെയാണ്. ചോദ്യം 3 കിസ്നെ ചക്രവ്യൂഹ കാ രചന കിയ, ആരാണ് ചക്രവ്യൂഹം സൃഷ്ടിച്ചത്? ഉത്തരം കൗരവപക്ഷക്ക് ലിയെ ദ്രോണാചാര്യനെ ചക്രവ്യൂഹ കാ രചന കിയ, കൗരവപക്ഷത്തിന് വേണ്ടി ദ്രോണാചാര്യരാണ് ചക്രവ്യൂഹം സൃഷ്ടിച്ചത്. ചോദ്യം 4 മഹാരഥി കിസ്കോ ബ്രഹ്മാസ്ത്രോ സെ കുചൽ ദേനാ ചാഹത്തെ ഹെ, മഹാരഥികളായ ആളുകൾ അല്ലെങ്കിൽ യുദ്ധത്തിൽ പ്രാവീണ്യമുള്ളതായ ആളുകൾ ബ്രഹ്മാസ്ത്രങ്ങൾ കൊണ്ട്, വളരെ മെച്ചപ്പെട്ടതായ ആയുധങ്ങൾ കൊണ്ട് ആരെയാണ് ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നത്? ഉത്തരം മഹാരഥി അഭിമന്യുക്കോ ബ്രഹ്മാസ്ത്രോ സെ കുചൽ ദേനാ ചാഹത്തെ ഹെ, മഹാരഥികളായ ആളുകൾ അഭിമന്യുവിനെയാണ് ബ്രഹ്മാസ്ത്രങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നത്. ചോദ്യം 5 യഹാ ദുസ്സാഹസി കോൻ ഹെ, ഇവിടെ ദുസ്സാഹസി ആരാണ്? ദുസ്സാഹസ് എന്ന് പറഞ്ഞാൽ അർത്ഥം കഠിനമായ സാഹസം, സാഹസം എന്നുള്ളതിനേക്കാൾ ഉപരിയായി അതിസാഹസം എന്ന് നമ്മൾക്ക് പറയാം. അതിസാഹസം അഥവാ റെക്ലെസ്നെസ്. ഉത്തരം യഹാ ദുസ്സാഹസി അഭിമന്യു ഹെ, ഇവിടെ ദുസ്സാഹസിയായിട്ടുള്ളത് അതിസാഹസികനായ ആളായി പറയുന്നത് അഭിമന്യുവിനെയാണ്. ചോദ്യം 6 ഇൻമേ കോൺ ശോഷക പ്രതിനിധിത്വ കർത്താ ഹെ, ഇവിടെ ആരാണ് ചൂഷണം ചെയ്യുന്ന ആളുകളെ പ്രതിനിധീകരിക്കുന്നത്? ഓപ്ഷൻസ് ടൂട്ടാ പഹിയ, മഹാരഥി, അഭിമന്യു. ഉത്തരം മഹാരഥി. ചോദ്യം 7 മുജേ ഫേങ്കോ മത് യ കോൺ കഹത്താ ഹെ, എന്നെ വലിച്ചെറിയരുത് എന്ന് ആരാണ് പറയുന്നത്? ഉത്തരം ടൂട്ടാ പഹിയ കഹത്താ ഹെ, ഇത് പൊട്ടിയ ചക്രമാണ് പറയുന്നത്. ചോദ്യം 8
अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेले निहत्थी आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहे, तब मैं रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूं. इन पंक्तियों का ആശയം लिखे. ഈ കൊടുത്തിരിക്കുന്നതായ വരികളുടെ ആശയം എഴുതുക. ഉത്തരം, यह भाग हिंदी के महान कवि धर्मवीर भारती की टूटा पहिया नामक कविता से लिया गया है. ഈ ഭാഗം ഹിന്ദിയിലെ മഹാനായ കവി ധർമ്മവീർ ഭാരതിയുടെ टूटा पहिया എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. यहाँ कवि टूटा पहिया कहने के जैसे कहते हैं, महाभारत युद्ध में बड़े बड़े महारथी वीर अभिमन्यु को छल से मार डाला. ഇവിടെ പൊട്ടിയ ചക്രം പറയുന്ന രീതിയിൽ കവി പറയുകയാണ്, മഹാഭാരത യുദ്ധമേ ബഡേ ബഡേ മഹാരഥി, മഹാഭാരത യുദ്ധത്തിൽ വലിയ വലിയ മഹാരഥികളായ വീരന്മാരായ ആളുകൾ അഭിമന്യുവിനെ ചതിയിൽ കൊന്നുകളഞ്ഞു. इस प्रकार का छल आज भी हो रहा है. ഇത്തരത്തിലുള്ള ചതി ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. അഭിമന്യു के जैसे कोई हथियार न होकर आने पर, അഭിമന്യുവിനെ പോലെ ആരെങ്കിലും ആയുധമില്ലാതെ വരുമ്പോൾ, मैं रथ का टूटा हुआ पहिया, ഞാൻ അതായത് പൊട്ടിയ ചക്രം, उसकी ओर आने वाले ब्रह्मास्त्रों से लोहा ले सकता हूं, അവരുടെ നേരെ പാഞ്ഞു വരുന്നതായ ബ്രഹ്മാസ്ത്രങ്ങളെ നേരിടാൻ എനിക്ക് കഴിയുന്നു. മൂന്നാമത്തെ വർക്ക്ഷീറ്റിൽ ആകെ 8 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം, യഹാ അഭിമന്യു കിസ്കാ പ്രതീക് ഹെ, ഇവിടെ അഭിമന്യു ആരുടെ പ്രതീകമാണ്? ശോഷക് വർഗ കാ, ശോഷിത് വർഗ കാ, ചൂഷണം ചെയ്യുന്ന ആളാണോ അതോ ചൂഷണം ചെയ്യപ്പെടുന്ന ആളുടെ പ്രതീകമാണോ? ഉത്തരം, ശോഷിത് വർഗ കാ, ചൂഷണം ചെയ്യപ്പെടുന്ന, മറ്റുള്ള ഒരാൾ ചൂഷണം ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ പ്രതീകമായിട്ടാണ് ഇവിടെ അഭിമന്യുവിനെ ചൂണ്ടിക്കാണിക്കുന്നത്. ചോദ്യം 2, മുജെ ഫേങ്കോ മത്, ടൂട്ടെ പഹിയനെ ഏസാ ക്യോ കഹ, എന്നെ വലിച്ചെറിയരുത് എന്ന് പൊട്ടിയ ചക്രം പറയുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം, महाभारत युद्ध में निरायुध अभिमन्यु को कौरवों के शस्त्रों से रक्षा पाने के लिए टूटे पहिए की सहायता लेनी पड़ी. മഹാഭാരത യുദ്ധത്തിൽ ആയുധമില്ലാത്ത അഭിമന്യുവിന് കൗരവരുടെ ആയുധങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി പൊട്ടിയ ചക്രത്തെ സഹായമായി സ്വീകരിക്കേണ്ടതായി വന്നു. ഇസ് പ്രകാർ ആജ്കൽ കെ നിരാശ്രയ ലോകോं को, ഇത്തരത്തിൽ ഇക്കാലത്തെ മറ്റാരാലും ആശ്രയമില്ലാത്ത ആളുകൾക്ക് ടൂട്ടെ പഹിയയ്ക്ക് സഹായത ലേനി പടേഗി, പൊട്ടിയ ചക്രത്തിന്റെ സഹായം തേടേണ്ടതായി വരും. ഇസ്ലിയെ ടൂട്ടെ പഹിയനെ ऐसा कहा, അതുകൊണ്ടാണ് പൊട്ടിയ ചക്രം ഇങ്ങനെ പറയുന്നത്. ചോദ്യം 3, കിസ്കാ പക്ഷ അസത്യ ഹെ, ആരുടെ ഭാഗമാണ് സത്യമല്ലാത്തത്? ഉത്തരം, കൗരവോं का പക്ഷ അസത്യ ഹെ, കൗരവരുടെ ഭാഗമാണ് സത്യമല്ലാത്തത്. കൗരവപക്ഷത്തെ സംബന്ധിച്ച് ന്യായമല്ലാത്ത കാര്യത്തിന് വേണ്ടിയാണ് യുദ്ധം നടന്നിരിക്കുന്നത്. ചോദ്യം 4, നിഹത്തെ ലോ കിസ്കാ ആശ്രയ ലേ സക്തേ ഹെ, ആയുധമില്ലാത്ത ആളുകൾക്ക് ആരുടെ ആശ്രയം തേടേണ്ടതായി വരുന്നു അല്ലെങ്കിൽ തേടാൻ സാധിക്കുന്നു? ഉത്തരം, നിഹത്തെ ലോ ടൂട്ടെ പഹിയേക്ക ആശ്രയ ലേ സക്തേ ഹെ, ആയുധമില്ലാത്ത ആളുകൾക്ക് പൊട്ടിയ ചക്രത്തെ ആശ്രയിക്കാൻ സാധിക്കുന്നു. അഞ്ചാമത്തെ ചോദ്യം, അക്ഷൗഹിണി സേന സേ ക്യാ താൽപര്യ, അക്ഷൗഹിണി സേന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഉത്തരം, രഥ്, हाथी, घोड़े, पैदल सैनिक आदि 4 विभाग से बनाई सेना है अक्षौहिणी सेना या चतुरंगिणी सेന. അതായത് അക്ഷൗഹിണി സേന അല്ലെങ്കിൽ ചതുരംഗിണി സേന എന്നറിയപ്പെടുന്ന ഈ സൈന്യം രഥങ്ങൾ, അതുപോലെ ആനകൾ, കുതിരകൾ, കാലാൾപ്പടകൾ, ഈ 4 വിഭാഗങ്ങൾ ചേർന്ന ഒരു സൈന്യ വിഭാഗമാണ്. अक्षौहिणी सेना में 21,870 रथ, 21,870 हाथी, 65,610 घोड़े, 1,09,350 पैदल सैनिक आदि होते हैं. അക്ഷൗഹിണി സേനയിൽ 21,870 രഥങ്ങളും 21,870 ആനകളും 65,610 കുതിരകളും 1,09,350
കാലാൾപ്പടകളും ചേർന്നതാണ് അക്ഷൗഹിണി സേന അഥവാ ചതുരംഗിണി സേന. ഈ ഉത്തരം മറ്റൊരു രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. 21,870 रथ, रथ के बराबर हाथी, रथ के 3 गुना घोड़े, रथ के 5 गुना पैदल सैनिक आदि से बनाया सैनिक विभाग है അക്ഷൗഹിണി സേന യാ ചതുരംഗിണി സേന. അതായത് 21,870 രഥങ്ങളും രഥങ്ങൾക്ക് തുല്യമായ ആനകളും രഥങ്ങളുടെ 3 ഇരട്ടി കുതിരകളും രഥങ്ങളുടെ 5 ഇരട്ടി കാലാൾപ്പടകളും ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന സൈന്യ വിഭാഗമാണ് അക്ഷൗഹിണി സേന അല്ലെങ്കിൽ ചതുരംഗിണി സേന. ഇങ്ങനെ നമുക്ക് ഈ ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. ചോദ്യം 6 സഹി മിലാൻ കറി. ഇടത് സൈഡിൽ കൊടുത്തിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. രഥ് കാ, ദുരൂഹ്, ദുസ്സാഹസി, അക്കേലി. വലത് സൈഡിൽ കൊടുത്തിരിക്കുന്നു ചക്രവ്യൂഹ്, ആവാസ്, ടൂട്ടാ പഹിയ, അഭിമന്യു. उत्तरम रथ का टूटा पहिया, दुरूह चक्रव्यूह, दुस्साहसी अभिमन्यु, अकेली आवास. രഥത്തിന്റെ പൊട്ടിയ ചക്രം, ദുരൂഹമായ ചക്രവ്യൂഹം, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതായ ചക്രവ്യൂഹം, ദുസ്സാഹസിയായ അഭിമന്യു, ഒറ്റപ്പെട്ട ശബ്ദം. ചോദ്യം 7 मैं रथ का टूटा हुआ पहिया हूं लेकिन मुझे फेंको मत. इतिहासों की सामूहिक गति सहसा झूठी पड़ जाने पर क्या जाने सच्चाई टूटे हुए पहियों का आश्रय ले. इन पंक्तियों का आशय लिखें. ഈ കൊടുത്തിരിക്കുന്ന വരികളുടെ ആശയം എഴുതുക. ഉത്തരം ये भाग हिंदी के महान कवि धर्मवीर भारती की टूटा पहिया नामक कविता से लिया गया है. ഈ ഭാഗം ഹിന്ദിയിലെ മഹാനായ കവി ധർമ്മവീർ ഭാരതിയുടെ ടൂട്ടാ പഹിയ എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. यहाँ कवि टूटा पहिया कहने के जैसे कहते हैं. ഇവിടെ കവി പൊട്ടിയ ചക്രം പറയുന്ന രീതിയിൽ പറയുന്നു. मैं रथ का टूटा पहिया हूं. ഞാൻ രഥത്തിന്റെ പൊട്ടിയ ചക്രമാണ്. मुझे तुच्छ या निजार समझकर मत फेंके. എന്നെ നിസാരൻ എന്ന് കരുതി വലിച്ചെറിയരുത്. महाभारत युद्ध में अभिमन्यु जिस प्रकार टूटे पहिया का आश्रय लिया. മഹാഭാരത യുദ്ധത്തിൽ അഭിമന്യു ഏത് തരത്തിലാണോ പൊട്ടിയ ചക്രത്തെ ആശ്രയിച്ചത്, ഉസ് പ്രകാർ ആജ് കെ സമാനെ മേം സച്ചായി ടൂട്ടെ पहिये का आश्रय ले. അത്തരത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ സത്യസന്ധത പൊട്ടിയ ചക്രത്തെ ആശ്രയിക്കട്ടെ. ചോദ്യം 8 टूटा पहिया कविता की आस्वादन टिप्पणी तैयार करें. പൊട്ടിയ ചക്രം എന്ന കവിതയുടെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാം, അല്ലെങ്കിൽ ടിപ്പണി തയ്യാർ കരേൻ എന്നും ഈ ചോദ്യം വരാം. ഹെഡിങ് തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം. പാഠത്തിന്റെ പേര് തന്നെ ഹെഡിങ് വേണമെന്നില്ല. ആ കവിതയ്ക്ക് ചേരുന്ന രീതിയിലുള്ളതായ ഒരു ഹെഡിങ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് മുജെ ഫേങ്കോ മത്, എന്നെ വലിച്ചെറിയരുത്. ആസ്വാദന ടിപ്പണി അല്ലെങ്കിൽ ടിപ്പണി തയ്യാറാക്കാൻ പറയുമ്പോൾ 3 പാരഗ്രാഫായി തയ്യാറാക്കണം. മുൻപ് ഉള്ളതായ വീഡിയോകളിൽ ഒക്കെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ആധുനിക് ഹിന്ദി കെ മഹാൻ കവി ഹേ ധർമ്മവീർ ഭാരതി. ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ മഹാനായ കവിയാണ് ധർമ്മവീർ ഭാരതി. ഉൻകി പ്രസിദ്ധ കവിത ഹേ ടൂട്ടാ पहिയ. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ കവിതയാണ് പൊട്ടിയ ചക്രം. इस कविता से कवि यह बताना चाहते हैं कि दुनिया में हर वस्तु का अपना अपना महत्व है. ഈ കവിതയിൽ കൂടി കവി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്: ലോകത്തിൽ ഓരോ വസ്തുവിനും അതിൻ്റെതായ മഹത്വമുണ്ട്, പ്രാധാന്യം ഉണ്ട്. രണ്ടാമത്തെ പാരഗ്രാഫ് കവി യഹാ ടൂട്ടാ पहिया कहने के जैसे कहता है. കവി ഇവിടെ പൊട്ടിയ ചക്രം പറയുന്ന രീതിയിൽ പറയുന്നു. मैं रथ का टूटा पहिया हूं. ഞാൻ രഥത്തിന്റെ പൊട്ടിയ ചക്രമാണ്. ലേക്കിൻ മുझे തുച്ഛ സമജ്കർ नहीं फेंक देना चाहिए. എന്നാൽ എന്നെ നിസാരൻ എന്ന് കരുതി വലിച്ചെറിയരുത്. महाभारत युद्ध में अर्जुन के वीर पुत्र अभिमन्यु ने अधर्म के पक्ष में लड़ने वाले योद्धाओं को चुनौती देकर चक्रव्यूह में प्रवेश किया. महाभारत യുദ്ധത്തിൽ അർജുനന്റെ വീരപുത്രനായ അഭിമന്യു അധർമ്മത്തിന്റെ ഭാഗത്തു നിന്ന് പോരാടുന്ന യോദ്ധാക്കളെ വെല്ലുവിളിച്ചുകൊണ്ട് ചക്രവ്യൂഹത്തിൽ കടന്നു.
बड़े बड़े महारथियों ने अपने पक्ष को असत्य जानते हुए भी निरायुध अभिमन्यु को कुशल देना चाहा. മഹാരഥികളായ ആളുകൾ തങ്ങളുടെ ഭാഗം സത്യമല്ല എന്ന് അറിഞ്ഞിട്ടുകൂടി ആയുധമില്ലാത്ത അഭിമന്യുവിനെ ഇല്ലാതാക്കാൻ ആഗ്രഹിച്ചു. അഭിമന്യുവിനെ उनका मुकाबला करने के लिए रथ के टूटे पहिया का सहारा लिया. അഭിമന്യു അവരെ നേരിടുന്നതിന് വേണ്ടി രഥത്തിന്റെ പൊട്ടിയ ചക്രത്തെ ആശ്രയിച്ചു. उस प्रकार की अधार्मिक घटना आज भी संभव है. അത്തരത്തിലുള്ള ധാർമ്മികമല്ലാത്തതായ സംഭവങ്ങൾ ഇന്നും നടക്കാൻ സാധ്യതയുണ്ട്. തബ് മേരെ ജൈസെ ടൂട്ടെ पहिए का सहारा लेना पड़ता है. അപ്പോൾ എന്നെ പോലുള്ള പൊട്ടിയ ചക്രങ്ങളെ ആശ്രയിക്കേണ്ടതായി വരുന്നു. इसलिए मुझे मत फेंके. അതുകൊണ്ട് എന്നെ വലിച്ചെറിയരുത്. इस कविता की भाषा सरल है. ഈ കവിതയുടെ ഭാഷ വളരെ സിമ്പിൾ ആണ്. കവിത അത്യന്ത പ്രാസംഗിക് है. ഈ കവിത വളരെ സാന്ദർഭികത്വം ഉള്ളതാണ്, ഇന്നത്തെ കാലഘട്ടത്തിന് ചേരുന്നതാണ്. अपने विचारों को व्यक्त करने में कवि पूर्ण सफल हुए हैं. തന്റെ അഭിപ്രായങ്ങൾ, തന്റെ മനസ്സിലെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന് കവി പൂർണ്ണമായും വിജയിച്ചിട്ടുണ്ട്. ഇതാണ് ഈ ആസ്വാദന ടിപ്പണി അല്ലെങ്കിൽ ടിപ്പണി തയ്യാറാക്കിയിരിക്കുന്നത്. മുൻപ് പല വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഒരു ആസ്വാദന ടിപ്പണി തയ്യാറാക്കുമ്പോൾ 4 പ്രധാന കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഹെഡിങ് കൊടുക്കണം. രണ്ടാമത്തെ കാര്യം ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷനിൽ കവിതയെക്കുറിച്ചും ചെറിയ സൂചന. രണ്ടാമത്തെ പാരഗ്രാഫ് കവിതയുടെ ആശയം അല്ലെങ്കിൽ കവിതയിൽ നമുക്ക് ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ളതായ വരികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായ ആസ്വാദന കുറിപ്പ്. മൂന്നാമത്തെ പാരഗ്രാഫ് കൺക്ലൂഷൻ. അത് കവിത എത്രമാത്രം സിമ്പിളാണ്, ഇന്നത്തെ കാലഘട്ടത്തിന് എത്രമാത്രം ചേരുന്നതാണ്, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതുന്നതാണ് മൂന്നാമത്തെ പാരഗ്രാഫ്. ഇത്രയുമാണ് ടൂട്ടാ പഹിയ എന്ന കവിതയെ സംബന്ധിച്ചുള്ളത്. മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വീഡിയോയിൽ 4 അപഠിത് കവിതാംശം, നമുക്ക് പാഠഭാഗത്തിൽ ഇല്ലാത്തതായ കവിതാഭാഗങ്ങളിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. अपठित कवितांश ചോദിച്ചാൽ അതിൽ സിർഫ് ഏക് അനുച്ഛേദ് സേ കവിത കാ ആശയം പ്രസ്തുത करना है. ഒറ്റ പാരഗ്രാഫിൽ കവിതയുടെ ആശയം എഴുതാം. ആസ്വാദന കുറിപ്പ് അല്ലെങ്കിൽ കവിതയുടെ കുറിപ്പ് തയ്യാറാക്കുന്നത് പോലെ നമുക്ക് എഴുതേണ്ട കാര്യമില്ല. ഒറ്റ പാരഗ്രാഫിൽ എഴുതിയാൽ മതിയാകും. കവി കവിത കാ നാം ആദി ലിഖ്നെ കി ആവശ്യകത നഹി. നമുക്ക് തന്നിട്ടില്ല എങ്കിൽ കവിതയോടൊപ്പം കവിയുടെ പേരോ കവിതയുടെ പേരോ തന്നിട്ടില്ല എങ്കിൽ അത് നമ്മൾ തന്നെ കൂട്ടിച്ചേർക്കേണ്ട ആവശ്യം ഇല്ല. ഒന്നാമത്തെ കവിതാംശ്, മാ तू कितनी अच्छी है, मेरा सब कुछ करती है, भूख मुझे जब लगती है, खाना मुझे खिलाती है, जब मैं गंदा होता हूँ रोज मुझे नहलाती है, जब मैं रोने लगता हूँ चुप तो मुझे कराती है, माँ मेरे मित्रों में सबसे पहले तू ही आती है. ഈ കവിതാംശന്റെ ആശയം നമുക്ക് ആദ്യം പരിചയപ്പെടാം. इस कवितांश का आशय लिखें. ये कविता माँ के बारे में है. ഈ കവിത അമ്മയെ സംബന്ധിച്ചാണ്. മാ बहुत अच्छी है. അമ്മ വളരെ നല്ലവളാണ്. മാ हमारे लिए सब कुछ करती है. അമ്മ നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നു. हमें भूख लगते समय माँ खाना खिलाती है. നമുക്ക് വിശക്കുമ്പോൾ അമ്മ നമ്മളെ ഭക്ഷണം കഴിപ്പിക്കുന്നു. हम गंदा होते समय रोज हमें नहलाती है. നമ്മുടെ ദേഹത്ത് അഴുക്ക് പറ്റുമ്പോൾ എല്ലാ ദിവസവും നമ്മളെ അമ്മ കുളിപ്പിക്കുന്നു. हम रोते समय चुप कराते हैं. നമ്മൾ കരയുമ്പോൾ നമ്മുടെ കരച്ചിൽ അടക്കുന്നു. माँ हमारा सबसे अच्छा दोस्त ही है. അമ്മ നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്ത് തന്നെയാണ്. മാക്ക് ബദലേ കോയി നഹി. അമ്മയ്ക്ക് പകരമായി മറ്റാരും ഇല്ല. മറ്റു ചോദ്യങ്ങൾ, ഇസ് കവിതാംശ് കെ ലിയേ ഉചിത് ശീർഷക് ലിഖേം. സാധാരണ ഇത്തരത്തിൽ അപഠിത് കവിതാംശം വരുമ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരാറുള്ളത്. ഈ കവിതയ്ക്ക് ചേരുന്ന ഒരു ടൈറ്റിൽ കൊടുക്കുക. ഉത്തരം മാ. ചോദ്യം 2, ഇൻ ആശയ വാലി പങ്ക്തിയാൻ ചുൻകർ ലിഖേം. പെഹ്ലാ ദോസ്ത് മാ ഹി ഹെ. ഈ ആശയം വരുന്നതായ വരികൾ കണ്ടെത്തി എഴുതുക. ഉത്തരം മാ മേരെ മിത്രോं में सबसे पहले तू ही आती है. ചോദ്യം 3, हमें भूख लगने पर माँ क्या करती है. നമുക്ക് വിശക്കുമ്പോൾ അമ്മ എന്ത് ചെയ്യുന്നു. ഉത്തരം हमें भूख लगने पर माँ खाना खिलाती है. നമുക്ക് വിശക്കുമ്പോൾ അമ്മ നമ്മളെ ഭക്ഷണം കഴിപ്പിക്കുന്നു.
രണ്ടാമത്തെ കവിതാംശ് पता है तुमको पानी हमको मिल जाता है कैसे पीने को, यही एक अमृत धारा है सबसे उपयोगी जीने को। होता नहीं अगर जो पानी भूमंडल सूखा रह जाता, जीव जंतु क्या प्राणी मात्र भी नहीं जन्म कोई ले पाता। ഇതിന്റെ ആശയം നമുക്ക് ആദ്യം പരിചയപ്പെടാം. इस कवितांश का आशय लिखें. इस कवितांश में पानी की जरूरत का वर्णन है. ഈ കവിതാ ഭാഗത്തിൽ വെള്ളത്തിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് വർണ്ണിക്കുകയാണ്. പാനി അമൃതധാര ഹെ, വെള്ളം വെറും വെള്ളമല്ല, മറിച്ച് അമൃതധാരയാണ്, അമൃത പ്രവാഹമാണ്. പാനി ജീനെ കെ ലിയെ സബ്സെ ഉപയോഗി ചീസ്, വെള്ളം നമുക്ക് ജീവിക്കുന്നതിന് വേണ്ടി ഏറ്റവും ഉപയോഗമുള്ള കാര്യമാണ്. പൃഥ്വി മേം പാനി നഹി ഹോത്തോ യഹാ സൂഖാ രഹ ജാതാ ഥാ, ഭൂമിയിൽ വെള്ളം ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ വരണ്ട് പോകുമായിരുന്നു. പാനിക്ക് ബിനാ കോയി ഭി ജീവ് യാ പ്രാണി ജന്മ നഹി ഹോതാ ഥാ, വെള്ളമില്ലാതെ ഒരു ജീവജാലത്തിനും ഒരു പ്രാണിക്കും ജീവിക്കാൻ കഴിയില്ല. इस कविता में पानी का संरक्षण करने की सूचना भी है. ഈ കവിതയിൽ വെള്ളത്തെ സംരക്ഷിക്കണം എന്നുള്ളതായ സൂചന കൂടി നൽകുന്നുണ്ട്. മറ്റു ചോദ്യങ്ങൾ. ഇസ് കവിതാംശ് കെ ലിയെ ഉചിത് ശീർഷക് ലിഖിൻ, ഈ കവിതാംശത്തിന് ചേരുന്നതായ ടൈറ്റിൽ കൊടുക്കുക. ഉത്തരം പാനി നഹി തോ ക്യാ ഹോത്ത, വെള്ളമില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു. നിമ്നലിഖിത ആശയവാലി പങ്ക്തിയാൻ ചുൻകർ ലിഖിൻ, താഴെ കൊടുത്തിരിക്കുന്നതായ ആശയം വരുന്നതായ വരികൾ കണ്ടെത്തി എഴുതുക. पानी के बिना कोई भी जीव या प्राणी जन्म नहीं लेता. उत्तरम जीव जंतु क्या प्राणी मात्र भी नहीं जन्म कोई ले पाता. അടുത്ത ചോദ്യം. इस कवितांश से क्या संदेश मिलता है, ഈ കവിതാഭാഗത്ത് നമുക്ക് എന്ത് മെസ്സേജ് ആണ് ലഭിക്കുന്നത്. ഉത്തരം പാനിക്ക് ബിനാ ജീന അസംഭവ ഹെ, വെള്ളമില്ലാതെ ജീവിക്കുക അസാധ്യമാണ്. അടുത്ത കവിതാംശ്. तुमने कभी नहीं किया विश्राम, हर दिन तुमने किया है काम, अपनी मेहनत लगाकर रूखी सूखी रोटी खाकर उगा रहे हो तुम आबधान, तुम हो भारतीय किसान महान. ഇതിന്റെ ആശയം. इस कवितांश का आशय लिखें. ये कवितांश भारत के किसान के संबंधित है. ഈ കവിതാഭാഗം ഇന്ത്യയിലെ കർഷകരെ സംബന്ധിച്ചാണ്. कवि किसान से कहता है तुम आराम किए बिना सभी समय काम करते हो. കവി കർഷകനോട് പറയുന്നു, നിങ്ങൾ വിശ്രമിക്കാതെ എല്ലാ സമയവും ജോലി ചെയ്യുന്നു. തും കടി മെഹനത് കർത്തേ ഹോ, നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നു. സ്വയം റൂഖി സൂഖി റൊട്ടി ഖാക്കർ ദൂസറോ കെ ലിയെ ധാൻ ഉഗാ രഹേ ഹോ, സ്വയം ഉണക്ക ചപ്പാത്തി അല്ലെങ്കിൽ ഉണക്ക റൊട്ടി ഭക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ധാന്യങ്ങൾ വിളയിക്കുന്നു. തും സച്ചെ ഭാരതീയ കിസാൻ ഹോ, നിങ്ങൾ വാസ്തവത്തിലെ യഥാർത്ഥ ഭാരതീയ കർഷകൻ തന്നെ ആണ്. തും മഹാൻ ഹോ, നിങ്ങൾ മഹാനാണ്. നാലാമത്തെ കവിതാംശ്. बेटियां अनमोल धरोहर, न उसे बिखरने दो, उन्हें भी पनपने दो, उन्हें जन्मने दो. तोड़ दो पुरानी बंदिशें, नई सोच अपनाओ, जीने का हक उन्हें भी दो, शिक्षा का महत्व समझाओ. ഇവിടെ ഈ കവിതയിലെ പ്രധാനപ്പെട്ട ചില വാക്കുകളുടെ അർത്ഥങ്ങൾ ആദ്യം നോക്കാം. അൻമോൽ, വിലമതിക്കാനാവാത്ത. ധരോഹർ, പൈതൃക സ്വത്ത്. ബന്ദിഷ്, നിയന്ത്രണം. ഹക്ക്, അവകാശം. ബിഖർന, ചിതറുക. പനപ്ന, വളരുക. ഈ കവിതാഭാഗത്തിന്റെ ആശയം. कवितांश का आशय लिखें. इस कविता में बेटियों के बारे में कहता है. ഈ കവിതയിൽ പെൺമക്കളെ സംബന്ധിച്ചാണ് പറയുന്നത്. ബേഠിയ അമൂല്യ പൈതൃക സമ്പത്തി ഹെ, പെൺമക്കൾ വിലമതിക്കാനാവാത്ത പൈതൃക സ്വത്താണ്. ഉन्हें अनेक कार्य करने के लिए अवसर दे, അവർക്ക് അനേകം കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം നൽകുക. उनको पैदा होने और बड़ा होने का अवसर दे, അവർക്ക് ജനിക്കാനും വളരാനുമുള്ള അവസരങ്ങൾ നൽകുക. പുരാനെ ബന്ധനങ്ങോ തോട്, പഴയകാല ബന്ധനങ്ങളെ, കെട്ടുപാടുകളെ ഒക്കെ, നിയന്ത്രണങ്ങളെയൊക്കെ തകർത്തെറിയുക. നയേ സോച്ച് അപ്നായി, പുതിയ ചിന്താഗതികൾ സ്വന്തമാക്കുക.
ലഡ്കിയോं കോ ജീനെ കാ അധികാർ ഹെ, പെൺകുട്ടികൾക്ക് ജീവിക്കാൻ അവകാശമുണ്ട്. ഉन्हें शिक्षा का महत्व समझाएं, അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. നിങ്ങൾക്ക് ടൂട്ടാ പഹിയ എന്ന കവിത കൂടുതൽ വ്യക്തമാകുന്നതിന് വേണ്ടി ഈ വീഡിയോ ഉപകരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായും നിങ്ങൾ ഈ ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ കൂട്ടുകാരെയും പരിചയപ്പെടുത്തുക. മറ്റ് പാഠത്തിൻ്റെ വർക്ക്ഷീറ്റുകളുമായി അതിൻ്റെ ഉത്തരങ്ങളുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതാണ്. ധന്യവാദം.